സൺഡേ സ്ഥലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികേശ്വരി. ഹമാസ് ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന മൃതദേഹങ്ങളിൽ ഒരെണ്ണം കൂടി, ബന്ദികളുടെ മൃതദേഹങ്ങൾ ഒരെണ്ണം കൂടി ഭീകരർ തിരികെ നൽകിയിട്ടുണ്ട്. ഇനി ഇസ്രായേലിന് ലഭിക്കാനുള്ള ബോഡികളുടെ എണ്ണം 3. ബോഡി എന്ന് പറയാമെങ്കിലും ബോഡിയുടെ റിമെയിൻസ് ഇനി 3 കൂടിയാണ് കിട്ടാനുള്ളത്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് 73 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അദ്ദേഹത്തെ ഇവർ അന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. ഇവരുടെ കസ്റ്റഡിയിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് പകരമായി കരാർ അനുസരിച്ച് 15 പാലസ്തീനികളുടെ ശവശരീരങ്ങളും ഇസ്രായേൽ തിരികെ നൽകിയിട്ടുണ്ട്. പാലസ്തീനികൾക്ക് തിരികെ ലഭിക്കുന്ന ശവശരീരങ്ങൾ ഒന്നും തന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല. അപൂർവമായത് മാത്രം, അതായത് മുഖത്തിൻ്റെ ഷേപ്പ് കൊണ്ടൊക്കെ അവരുടെ റിലേറ്റീവ്സിനെ തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങൾ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് പാലസ്തീനികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം DNA പരിശോധന പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ പാലസ്തീനിൽ നിലവിലില്ല. അതുകൊണ്ട് അവിടെ ലഭിക്കുന്ന ശവശരീരങ്ങൾ ഒരു കൂട്ടമായി മറവ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനിടയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്, യെല്ലോ ലൈനിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത്, അതായത് യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ടണൽ നശിപ്പിക്കുന്നതിനിടയിലൂടെ ഇസ്രായേൽ പട്ടാളക്കാരെ സമീപിച്ച 8ഓളം ഭീകരരെ അവർ വധിച്ചിട്ടുണ്ട്. അതിൽ 4 പേര് നേരിട്ട് അവരുടെ എൻകൗണ്ടറിന് വന്നു എന്നാണ് പറയുന്നത്. ബാക്കി 4 പേരെ ദൂരെ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന കണ്ടുകൊണ്ട് വിമാനത്തിൽ നിന്ന് ബോംബിട്ട് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ 8 പേരെ കൊന്നിട്ടുണ്ട്. അപ്പം ഇത് ഹമാസ് ഭീകരരെ ടണലിൽ ഒളിച്ചിരുന്നവരാണോ, നേരത്തെ പറഞ്ഞിരുന്ന ടണലിൽ കുടുങ്ങിപ്പോയ ഭീകരരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്നുള്ളതിന്റെ വിശദീകരണമൊന്നും നൽകപ്പെട്ടിട്ടില്ല. അപ്പം അതായത് അത് ടണലിൽ ഒളിച്ചിരുന്നവര് ആണ് വധിക്കപ്പെട്ടതെങ്കിൽ ടണലിൽ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ വധിക്കുന്ന പണി ഇസ്രായേൽ തുടങ്ങി എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെയല്ല, ഈ ടണൽ പൊളിക്കുന്ന സ്ഥലത്തേക്ക് ഹമാസ് ഭീകരർ ഓടിയെത്താനുള്ള സാധ്യത കുറവാണ്. കാരണം യെല്ലോ ലൈനിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഹമാസിന് ആക്സസ് ഇല്ല. യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളുള്ളത്. അതിൽ തന്നെ ഒരു ഫയർ റേഞ്ച് ഉണ്ട്. ഒരു കുറെ ദൂരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഈ യെല്ലോ ലൈനിലെ ആര് അപ്രോച്ച് ചെയ്താലും IDF വെടിവെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാൻ ആരും ധൈര്യപ്പെടുകയില്ല. അപ്പൊ ഇത് മോസ്റ്റ് പ്രോബബിളി ടണലിൽ ഉള്ളിലുണ്ടായിരുന്ന ആളുകളായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ഡെവലപ്മെന്റ് ആണ്. ആ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ 200 അല്ലെങ്കിൽ 100 മുതൽ 200 വരെ വരുന്ന ടണലിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് ഭീകരരെ രക്ഷപ്പെടാൻ അനുവദിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ആളുകൾ വധിക്കപ്പെട്ടോ എന്നുള്ളൊരു വിഷയം, അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രോമിസ്, ഇവരെ ആയുധം വെച്ച് കീഴടങ്ങി ഒരു ഈജിപ്തും അതുപോലെ ഗാസയും അല്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കണം എന്നുള്ളൊരു കരാറിലേക്കാണ് ജാരഡ് കുഷ്ണർ ഇത് എത്തിച്ചതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ധാരണ ഈ ടണലുകളൊക്കെ കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ ഈ കാണിച്ചു കൊടുക്കാതെ തന്നെ ഞങ്ങൾ കണ്ടെത്തുന്ന ടണലിനകത്ത് നിന്ന് കിട്ടുന്നവന്മാരെ ഞങ്ങൾ പിടിച്ച് ചുടും എന്നാണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിലൂടെ യെല്ലോ ലൈനിനെ അപ്രോച്ച് ചെയ്ത ഒരു ഹമാസ് ടെററിസ്റ്റിനെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അവിടെ ലൈനിനെ അപ്രോച്ച് ചെയ്തു എന്നതിന് പേര് അത് വേറൊരു ഇൻസിഡന്റ് ആണ്. അത് കുറച്ചും ഇത് റാഫ റീജിയനിലാണ് ഞാൻ ഈ പറഞ്ഞ ടണലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നത്. മറ്റത് ഗാസ സിറ്റിയുടെ റീജിയനുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സംഗതിയാണ്. കൂടാതെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഗാസ റീജിയനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നുണ്ട്. അവരുടെ നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ടാൽ ഉടനെ അവർ ആക്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഒരു ദിവസം ഇസ്രായേൽ ഗാസ റീജിയൻ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വെടിനിർത്തലിന് ശേഷമുള്ള സംഭവം. ഹമാസിന്റെ കണക്കനുസരിച്ച് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ 1 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് 250ഓളം ആക്രമണങ്ങൾ ഗാസ റീജിയനിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലൂടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ടുള്ള പ്രോബോ സുബിന്റോ തന്റെ രാജ്യം 20,000 പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന ജോർദാനിയൻ രാജാവ് അബ്ദുള്ള II ചേർന്നാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് അവിടേക്ക് പോകുന്ന ഇദ്ദേഹത്തിന് പട്ടാളക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയറും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്ക്സുമാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയുള്ള പാലസ്തീനികളുടെ ആരോഗ്യ സംരക്ഷണവും അതുപോലെ അവരുടെ തകർന്നുപോയ വീടൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യാണ് ഇദ്ദേഹത്തിന്റെ പട്ടാളക്കാർ ചെയ്യാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സായി പോകുന്ന പട്ടാളക്കാരുടെ ഒന്നാമത്തെ ജോലിയായി പറഞ്ഞിട്ടുള്ളത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൈവെക്കാൻ താല്പര്യമുള്ളതായി ഇദ്ദേഹം പറഞ്ഞു കാണുന്നില്ല.
അപ്പൊ എന്തായാലും ശരി, ഇദ്ദേഹത്തിന്റെ 20,000 പട്ടാളക്കാര് ഗാസയിലേക്ക് റീകൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിന് വേണ്ടിയും പോകാൻ റെഡിയായി നിൽക്കുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ അതിനെക്കുറിച്ചുള്ള റെസ്പോൺസുകൾ ലഭിച്ചിട്ടില്ല. അതിനിടയിലൂടെ UN ചീഫ് അന്റോണിയോ ഗുട്ടറസ് പറയുന്നുണ്ട്, ഇത് ഒരു ഇന്റർനാഷണൽ അംഗീകാരമില്ലാതെ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ US മിഷൻ ടു ദ UN, അതായത് അമേരിക്കയുടെ UN-ലുള്ള അംബാസഡർ അവർ UN-ലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രമേയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് UN-ന് ഓൾറെഡി ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ കൺസ്ട്രക്ട് ചെയ്ത് അവിടേക്ക് അയക്കുക എന്നുള്ളത് നിയമപരമാണോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ നിയമവുമായി ഒത്തുപോകുന്നതാണോ എന്നുള്ളൊരു വലിയ വിഷയവും പൊന്തി വരുന്നുണ്ട്. കാരണം യുണൈറ്റഡ് നേഷൻസിന് ഓൾറെഡി ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന സംവിധാനമുണ്ട്. അത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുണൈറ്റഡ് നേഷൻസ് സംഘടിപ്പിക്കുന്ന സംഗതിയാണ്, അമേരിക്ക സംഘടിപ്പിക്കുന്ന സംഗതിയല്ല. ഈ പറയുന്ന ഫോഴ്സ് സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്ന, ദറ്റ് ഈസ് പാലസ്റ്റീനിയൻ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്ന ഈ ഫോഴ്സ്, ഇത് അമേരിക്ക കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇത് 20 രാജ്യങ്ങളിൽ നിന്നാണ് ഇതിനകത്ത് മെമ്പേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ് UN-ന്റെ ഡെഫിനിഷനിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ UN-ൽ ഇത്തരം ഒരു പ്രമേയം വരുമ്പോൾ അത് ചൈനയോ റഷ്യയോ വീറ്റോ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, ഈ അമേരിക്ക സർക്കുലേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് റെസൊല്യൂഷന് പകരമായിട്ട് ഒരു കൗണ്ടർ പ്രപ്പോസൽ റഷ്യ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ റഷ്യ ഒരു കൗണ്ടർ പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കയും റഷ്യയും ഒക്കെ വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇതിൽ ആരുടെ പ്രമേയം ആർക്ക് വേണമെങ്കിലും വീറ്റോ ചെയ്യാം. വീറ്റോ ചെയ്തതിന് പണി കഴിഞ്ഞു, ഗ്യാസ് പോയി. അപ്പൊ വീണ്ടും ഇത് പ്രമേയം മുന്നോട്ട് വരുന്നു, അത് വീറ്റോ ചെയ്യുന്നു, പ്രമേയം മുന്നോട്ട് വരുന്നു, വീറ്റോ ചെയ്യുന്നു, ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നു. ദെൻ വാട്ട് അബൌട്ട് ദി ഗാസ ട്രൂസ്? ഗാസയിലെ വെടിനിർത്തൽ എവിടെ എത്തും എന്നുള്ളത് ഗൗരവതരമായ വിഷയമായി തീരും. 3 ഡെഡ് ബോഡി കൂടി കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ബോഡി കൈമാറ്റം അവസാനിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഹമാസിന്റെ ഡിസാം എന്ന് പറയുന്ന സംഗതിയാണ്. ആ ഡിസാമിങ് നീണ്ടു പോയി കഴിഞ്ഞാൽ ആ സീസ് ഫയർ ഏത് മൊമെന്റിലും തകരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സൂചനകളാണ് ഞാൻ പറഞ്ഞത്. ഈ ടണൽ തകർത്ത സമയത്ത് ഈ പറയുന്ന ഹമാസ് ഭീകരർ ഇതിനെ അപ്രോച്ച് ചെയ്യുകയും ഇസ്രായേൽ അവരെ കൊല്ലുകയും ചെയ്ത സംഗതി. അപ്പൊ ഈ ട്രൂസ് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അതിനിടയിലൂടെ 25 ഭീകരപ്രവർത്തകരെ ഇസ്രായേലിന്റെ ഉള്ളിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ വിവിധ തരത്തിലുള്ള സ്ഫോടനങ്ങളും അതുപോലെ വെടിവെപ്പ് നടത്താൻ തയ്യാറായി വന്ന ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസും പിന്നെ മെഷീൻ ഗണ്ണുകളും ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലാണെങ്കിലും അൺറസ്റ്റ് കൂടി വരുന്നുണ്ട്. ഒലിവ് ഹാർവസ്റ്റ് സീസണാണ്. അപ്പോൾ ഒലിവ് ഹാർവസ്റ്റ് സീസണിൽ മറ്റ് പാലസ്തീനിയൻ ആയിട്ടുള്ള ആളുകൾ ഇസ്രായേൽക്കാരുടെ ഭൂമിയിലും നേരെ തിരിച്ചും പാലസ്തീനിയുടെ ഭൂമിയിൽ ഇസ്രായേൽക്കാരും കയറി ഹാർവസ്റ്റ് ചെയ്തു എന്നുള്ള ആരോപണങ്ങളുടെ പേരിൽ തമ്മിൽ വല്ലാതെ കൂടി വരികയാണ്. അതിൽ ആളുകൾ മരിക്കുന്നുണ്ട്. ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ ഒരു മോസ്ക് ഇസ്രായേൽക്കാർ കത്തിച്ചിട്ടുണ്ട്. അപ്പം 4 പേരാണ് ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ മരിച്ചിട്ടുള്ളത്. അപ്പൊ വെസ്റ്റ് ബാങ്കിൽ സംഘർഷം കൂടി വരുന്നുണ്ട്. ഹമാസിന്റെ 75ഓളം പേരുടെ ഒരു സംഘം വെസ്റ്റ് ബാങ്കിൽ തമ്പടിക്കുന്നതായി വിവരം ലഭിച്ചതായും ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സീസ് ഫയറിനെ ഗൗരവതരമായി ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പം യെല്ലോ ലൈനിന്റെ ഇപ്പുറത്തുള്ള 54% വരുന്ന സ്ഥലത്ത് ഇസ്രായേൽ അരിച്ചു പറക്കുകയാണ്. ഇനിയും ഏതെങ്കിലും തരം തുരങ്കങ്ങൾ ട്രേസ് ചെയ്യുക ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. എത്രയോ സ്ക്വയർ കിലോമീറ്റർ ഏരിയ പറന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത് സ്പോട്ട് ഔട്ട് ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹമാസ് പറയുന്നത് ഞങ്ങളെ ഫ്രീ ആയിട്ട് പോകാൻ അനുവദിച്ചാൽ ഞങ്ങൾ തുരങ്കം കാണിച്ചുതരാം എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ കണ്ടെത്തുന്ന തുരങ്കങ്ങളിലെ ഭീകരരെ അവർക്ക് വധിക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് തോന്നുന്നു.